സ്ഥാനാർത്ഥി നിർണയവും തന്ത്രങ്ങളുമായി CPM തെരഞ്ഞെടുപ്പിന്റെ കളം പിടിക്കുന്നതിനിടെയാണ് സംസ്ഥാന നേതൃത്വത്തെ നേർക്കുനേർ ഉന്നമിട്ടും പാർട്ടി കേന്ദ്രങ്ങളെ നെട്ടിച്ചും ജി സുധാകരന്റെ രാഷ്ട്രീയ മിസൈൽ. പാർട്ടിയിൽ തുടർന്ന് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന പരാമർശം 63 വർഷം നീണ്ട CPM ബന്ധം ഉപേക്ഷിക്കുന്നത് സൂചിപ്പിച്ചുള്ള പരോക്ഷ പ്രഖ്യാപനമാണോ എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നത്. കുറച്ചു കാലമായി പാർട്ടിയുമായി ഇണങ്ങിയും പിണങ്ങിയും നിൽക്കുന്ന സുധാകരൻ പക്ഷേ ഇടഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇത്ര കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടില്ല. തന്റെ വാദങ്ങൾക്ക് തെളിവായി സംസ്ഥാന സെക്രട്ടറിയുടെ വീഡിയോ അടക്കം പങ്കുവച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റും കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ്. സുരേഷ് ഗോപിനെ അറിയിക്കുന്നില്ല, ഒരു വരികയാണെങ്കിൽ അച്ചടക്ക നടപടികളും പരസ്യ വിമർശനങ്ങളും അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റിയെങ്കിലും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം ആവർത്തിച്ചിരുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് സുധാകരൻ മാറി ചിന്തിക്കുന്നുവെന്ന സൂചനകളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. UDF ആകട്ടെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇതിനകം സുധാകരനുമായി ചർച്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം അംഗത്വം പുതുക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും അതേ പോസ്റ്റിൽ ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് സുധാകരൻ അടിവരയിടുകയും ചെയ്തിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് സുധാകരനും പാർട്ടിയും തമ്മിലുള്ള കല്ലുകടിക്ക് തുടക്കമായത്. 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന പാർട്ടിയുടെ നയപരമായ തീരുമാനത്തെ തുടർന്ന് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. സ്ഥാനാർത്ഥിയായ H സലാമിനെ സുധാകരൻ സഹായിച്ചില്ലെന്നും പ്രചാരണത്തിൽ നിർജീവമായെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പരാതി ഉയർന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ എളമരം കരീം, KJ തോമസ് എന്നിവരടങ്ങിയ കമ്മീഷനെയാണ് പാർട്ടി നിയോഗിച്ചത്. കമ്മീഷന് സമർപ്പിച്ച 24 പേജുള്ള സത്യവാങ്മൂലത്തിൽ താൻ 19 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ ഈ വിശദീകരണം തള്ളി 2021 നവംബറിൽ CPM സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചു. ഇത് സുധാകരനെ മാനസികമായി തളർത്തുകയും പതുക്കെ പാർട്ടി വേദികളിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്തു. നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും വാർത്തകളുണ്ട്. അങ്ങനെ വന്നാൽ CPMന് വലിയ തിരിച്ചടിയാകും ഇത് മുന്നിൽ കണ്ട് കോൺഗ്രസും ചരടുവലി തുടങ്ങിയിട്ടുണ്ട്. അമ്പലപ്പുഴ സീറ്റിലേക്ക് പരിഗണനയിലുള്ള കോൺഗ്രസ് നേതാക്കളായ AA ഷുക്കൂറിനോടും M ലിജുവിനോടും മണ്ഡലം മാറാൻ നിർദ്ദേശിച്ചതായാണ് വിവരം. ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വരെ ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത്. സുധാകരൻ കളത്തിലിറങ്ങിയാൽ UDF പിന്തുണയും അനുകൂലമാകും. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ CPM സംസ്ഥാന നേതൃത്വം അനുനയ നീക്കത്തിനും തുടക്കമിട്ടിട്ടുണ്ട്.